എക്സ് ആൻഡ് വൈ ലേണിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു കരിയർ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ്. നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അഥവാ NCHMCT. 1982 മിനിസ്ട്രി ഓഫ് ടൂറിസത്തിന് കീഴിൽ ഈ സ്ഥാപനം നിലവിൽ വന്നത്. ഇന്ത്യയിലെ മികച്ച ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് ഈ സ്വയംഭരണ സ്ഥാപനമാണ്. ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഒരു സൊസൈറ്റിയിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിക്കൊണ്ട് BSc MSc ഇൻ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമതായി PG ഡിപ്ലോമ ഇൻ അക്കോമഡേഷൻ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, മൂന്നാമതായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡയറ്ററ്റിക്സ് ആൻഡ് ഹോസ്പിറ്റൽ ഫുഡ് സർവീസ്, നാലാമതായിക്കൊണ്ട് ഡിപ്ലോമ പ്രോഗ്രാംസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻസ്. ആദ്യത്തെ കോഴ്സായിട്ടുള്ള BSc ഇൻ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷനിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് NCHMCT JEE വഴിയാണ്. NCHMCT JEE എല്ലാ വർഷവും നടത്തുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതുന്നതിലൂടെ BSc ഇൻ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ IHMS നമുക്ക് പഠിക്കാൻ സാധിക്കും. IHMS എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇന്ത്യയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പറ്റിയ മികച്ച സ്ഥാപനങ്ങളാണ് IHMS. 21 സെൻട്രൽ IHMS ആണുള്ളത്. അഥവാ കേന്ദ്ര ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന 21 സെൻട്രൽ IHMSഉം അതേപോലെ തന്നെ 30 സ്റ്റേറ്റ് IHMSഉം അതേപോലെ തന്നെ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങും 24 പ്രൈവറ്റ് IHMSഉം 2 PPP റൺ SIHMSഉം ഉണ്ട്. ഇതിൽ മൊത്തമായിക്കൊണ്ട് 12,707 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് IHM മീററ്റ് ആണ്. അതേപോലെ തന്നെ ഇത് IHM ഡെറാഡൂൺ, അതേപോലെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻ ഫരീദാബാദ്, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻ ജയ്പൂർ. ഈ 4 സ്ഥാപനങ്ങൾക്ക് പുറമെ വേറെയും ഒരുപാട് പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടുമുള്ള IHMs ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് നിലവിലുണ്ട്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് BSc IHMS എന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് JNU ആണ് ഡിഗ്രി അവാർഡ് ചെയ്യുന്നത്. JNU എന്ന് പറയുന്നത് ഇന്ത്യയിലെ മികച്ച 2ാമത്തെ സ്ഥാപനമാണ്. NIRF റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ മികച്ച 2ാമത്തെ യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി. ആ യൂണിവേഴ്സിറ്റിയാണ് BSc പ്രോഗ്രാംസ് പഠിച്ചിറങ്ങുന്നവർക്ക്, IHMS നിന്ന് BSc പ്രോഗ്രാം പഠിച്ചിറങ്ങുന്നവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേൾഡ് റാങ്കിങ്ങിലും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് JNU. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിന് അതിൻ്റേതായ വാല്യൂ നമുക്ക് എന്താക്കാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാം? എ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ് +2 സിസ്റ്റം ഓഫ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഇക്വിവാലന്റ് വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷണൽ ബോർഡ്. ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ബോർഡിൽ നിന്ന് +2 എക്സാം പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷ് എന്തായിരിക്കണം, ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ്, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് എന്തായിരിക്കണം, പഠിച്ചിരിക്കണം. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ്. ഇത് NTA അവരുടെ വെബ്സൈറ്റിൽ NCHMCTനെ കുറിച്ച് പ്രസിദ്ധീകരിച്ച ഒരു സർക്കുലറാണ്. ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷനും അതേപോലെ തന്നെ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആരംഭിക്കുന്നത് 16-ാം തീയതിയാണ്. അപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 16-ാം തീയതിയാണ് ഈ കോഴ്സിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഈ എക്സാമിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോം ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും. ഫെബ്രുവരി 15-ന് 5 മണിക്കാണ് ആപ്ലിക്കേഷൻ ഫോം ക്ലോസ് ആവുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 15/2 ആണ്. അഥവാ അപ്ലിക്കേഷൻ ക്ലോസ് ആവുന്ന അതേ ദിവസം രാത്രി 11:50 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ഫീ ട്രാൻസാക്ഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ വ്യത്യസ്ത കാറ്റഗറി, ജനറൽ EWS, ഷെഡ്യൂൾഡ് കാസ്റ്റ്, തേർഡ് ജെൻഡർ, ഇവർക്കൊക്കെ വ്യത്യസ്ത തരം ഫീസാണുള്ളത്. ഇതിൽ ജനറൽ ക്ലാസ്സിന് 1000, അതേപോലെ തന്നെ EWS സാമ്പത്തിക സംവരണമുള്ള വിഭാഗങ്ങൾക്ക് 700, ഷെഡ്യൂൾഡ് കാസ്റ്റും അതേപോലെ തന്നെ തേർഡ് ജെൻഡറിനും 450 ഫീസ്. അപ്പം OBC NCLനും ജനറലിൻ്റെ അതേ ഫീസാണ് ഇവർ ഈടാക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ആ ടെസ്റ്റിൽ ചോദിക്കുന്ന ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായും
പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സ് എന്താണ് 200 മാർക്സ് ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 200 മാർക്സ് ആണ്. അതിൽ ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനാലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ 30 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ റീസണിങ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷനിൽ 30 ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിലും 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 60ഉം ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്, ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ്. ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷ് എന്നായിരിക്കണം ഒരു സബ്ജക്റ്റ് ആയിട്ട് കൊണ്ട് തന്നെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് ആപ്റ്റിറ്റ്യൂഡ് ഫോർ സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിന്റെ ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങൾ 50 ക്വസ്റ്റ്യൻസും അതിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ 200 മാർക്സ് ആണ് ഈ ഒരു എക്സാമിനായിട്ട് ഉണ്ടാവുക. ഇനി അടുത്തത് ഫീ സ്ട്രക്ചറാണ്. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൽ അഡ്മിഷൻ ഫീ, എൻറോൾമെന്റ് ഫീ ഫോർ NCHM CT, അതേപോലെ JNU ഫീ, എക്സാമിനേഷൻ ഫീ, കോഷൻ മണി, ഇതൊക്കെ എല്ലാ സ്ഥാപനങ്ങൾക്കും സെയിം ആയിരിക്കും. എന്നാൽ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് സ്ഥാപനങ്ങളനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മാക്സിമം അപ് ടു 5 lakhs 6 സെമസ്റ്റേഴ്സിനും കൂടി ഒരു 3 to 5 lakhs ആണ് ട്യൂഷൻ ഫീ വരെ. വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത ഫീസാണ് എന്താക്കുന്നത് ഇവർ ഈടാക്കുന്നത്. മറ്റൊരു കാര്യം, ലിസ്റ്റ് ഓഫ് IHMs ഇൻ കേരള സംസ്ഥാനത്തിൽ നിലവിലുള്ള IHMs ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒന്നാമത് കോഴിക്കോടാണ്. കോഴിക്കോടുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് IHM ആണ്, അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. പിന്നെ ഒന്നുള്ളത് മൂന്നാറാണ്. മൂന്നാർ കാറ്ററിംഗ് കോളേജ്, അത് പ്രൈവറ്റ് ആയിട്ടുള്ള IHM ആണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തും സെൻട്രൽ ഗവൺമെന്റ് അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് ആണ്. കോഴിക്കോട് സ്റ്റേറ്റ് ആണ്, മൂന്നാർ പ്രൈവറ്റ് ആണ്, തിരുവനന്തപുരം സെൻട്രൽ ആണ്. അതേപോലെ തന്നെ വയനാട് ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഇതും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. ഇനി അടുത്തത്, ഈ കോഴ്സ് പഠിച്ചാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, എന്തൊക്കെ സാധ്യതകളാണ് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്നാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, മാനേജ്മെന്റ് ട്രെയിനിങ് ഇൻ ഹോട്ടൽ ആൻഡ് അലൈഡ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, അതേപോലെ തന്നെ ഫ്ലൈറ്റ് കിച്ചൺസ് ആൻഡ് ഓൺബോർഡ് ഫ്ലൈറ്റ് സർവീസസ്, അതേപോലെ ഗസ്റ്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, അതുപോലെ ഫാക്കൽറ്റി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ റെയിൽവേ ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് സർവീസസ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ്, മൾട്ടിനാഷണൽ കമ്പനീസ് ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി സർവീസസ്. അതായത് സർവീസ് സെക്ടറിലെ ഒട്ടുമിക്ക സെക്ടേഴ്സും ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയവർക്ക് ജോലി സാധ്യതയുള്ള മേഖലയാണ്. നമ്മുടെ ഫ്ലൈറ്റ് സർവീസ് ആയാലും റെയിൽവേ സർവീസ് ആയാലും അവിടെയൊക്കെ കാറ്ററിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇവർക്ക് വലിയ ജോലി സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റ്സും അറിയാൻ, ഡേറ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അല്ലെങ്കിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത് NCHM JEE 2025 എന്ന വെബ്സൈറ്റാണ്. ഇത് NTA ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ സന്ദർശിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരക്കുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. XNY ലേണിംഗ് എന്ന് പറയുന്നത് 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് JEE അതേപോലെ നീറ്റ് ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം JEE നീറ്റും എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ് എന്നുള്ളത്. ഈ എക്സാമിന് കുട്ടികളെ 6ാം ക്ലാസ് മുതൽ തന്നെ അവർക്ക് അതിൻ്റെതായ മികച്ച ഫൗണ്ടേഷൻ നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരികയാണ് XNY നിലവിൽ ചെയ്യുന്നത്. ഇതിൽ പഠിപ്പിക്കുന്നവർ IITians ആൻഡ് ഡോക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ എക്സാമുകളൊക്കെ പാസ്സായി ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്ത ആളുകളാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കൂടി അറിയിക്കുകയാണ്. പുതിയൊരു കരിയർ അപ്ഡേറ്റുമായി അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.